ജീവിച്ചിരിക്കാൻ പറ്റുമോ? ശ്വാസം എടുക്കേണ്ടത് ജീവിച്ചിരിക്കേണ്ടതിന് എത്രത്തോളം അനിവാര്യമാണോ അത്രയും അനിവാര്യമായൊരു ഫയർ വിജയിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം ഇടിക്കുമ്പോഴും ഓരോ ഹൃദയമിടിപ്പിലും ആ വിജയിക്കണം 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 വിജയിക്കണം, ഞാൻ വിജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ആ ഹൃദയമിടിപ്പിനോടൊപ്പം ഇടിക്കണം. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിച്ചിരിക്കാനുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ ദൈവം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ശക്തി ഇങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ഉണ്ടോ? അതിനാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് അല്ലേ? ദേഹത്തിലുള്ള ഒരു ദേഹി. ഈ ദേഹത്തിൽ നിന്ന് ദേഹി അങ്ങോട്ട് പോയാലോ പിന്നെ ഡെഡ് ബോഡി, നമ്മുടെ പേര് പോലും വിളിക്കില്ല അല്ലേ? എല്ലാവരും മരിച്ചു വെട്ടിക്ക് വെച്ചിട്ട് ബോഡി എപ്പോൾ കൊണ്ടുവരും, ബോഡി എപ്പോൾ എടുക്കും അല്ലേ? മയ്യത്ത് എന്നൊക്കെ ഞങ്ങളുടെ മുസ്ലിം വീടുകളിലൊക്കെ പറയും, മയ്യത്ത് എപ്പോൾ കൊണ്ടുവരും, മയ്യത്ത് എപ്പോൾ എടുക്കും എന്നൊക്കെ ചോദിക്കും. മനുഷ്യന്റെ ആ ഒരു ഇത് മാറിക്കഴിഞ്ഞു അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരാ? നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയാണ് നമ്മൾ. ഈ ശക്തി എവിടുന്ന് വന്നു? ഇപ്പൊ ഭാരതീയ ദർശനങ്ങളോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസമോ അനുസരിച്ചോ പഠിച്ചാൽ നമ്മൾ പറയാറുണ്ട് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതിനാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മാവ് വന്നത് പരമാത്മാവിൽ നിന്നാണെന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. യു സെർച്ച് ബൈബിൾ, വേദങ്ങളെടുത്ത് പഠിക്കും, ഉപനിഷത്തുകളെടുത്ത് പഠിക്കും, നിങ്ങൾ ഖുർആൻ അർത്ഥം പറഞ്ഞ് വായിച്ചു നോക്കും. അതിൻ്റെ പല ഭാഗങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായി. മുട്ടിയാൽ ഒച്ച കേൾക്കുന്ന കളിമണ്ണിൽ നിന്ന് ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു, തൻ്റെ സ്വന്തം രൂപത്തിൽ ആദമിനെ ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹത്തിലേക്ക് സ്വന്തം റൂഹ് ഊതിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ആദം എഴുന്നേറ്റു. ആദം പിന്നീട് ഏകനായി ലോൺലിനെസ് അനുഭവിച്ച സമയത്താണ് ആദത്തിന്റെ വാരിയിൽ നിന്നും ആദ്യ മാതാവായിരുന്ന സ്ത്രീയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലോണിങ്. അതാണ് ഹവ്വ, ഈവ്. അതാണ് പരസ്പരമുള്ള ഒരു അട്രാക്ഷൻ. അപ്പൊ പറയുന്നത് അങ്ങനെ അതും അതേ ദൈവത്തിന്റെ ശക്തി തന്നെയാണ്. പിന്നീട് സൂറത്ത് നിസാ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഖുർആനിൽ. സ്ത്രീ എന്നാണ് നിസായിന്റെ അർത്ഥം. അതിൽ ആദ്യത്തെ വരി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഒരേ ആത്മാവിൽ നിന്നും ഒരൊറ്റ സത്തയിൽ നിന്നുമാണ് മനുഷ്യനെ മുഴുവൻ സൃഷ്ടിച്ചത്. അത് ആദ്യം ഒരാണിനെയും അതിലൊരു പെണ്ണിനെയും അതിൽ നിരവധി പുരുഷന്മാരെയും നിരവധി സ്ത്രീകളെയും ഞാൻ സൃഷ്ടിച്ചു. അതുകൊണ്ട് നിങ്ങളൊക്കെ ദൈവത്തിനെ പരിഗണിക്കണം, കുടുംബ ബന്ധങ്ങളെ റെസ്പെക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ കുടുംബമാണെന്നാണ് പറയുന്നത്. ഭാരതീയ ദർശനം പറയുന്നത് ലോകം മുഴുവൻ ഒറ്റ കുടുംബമാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ദൈവം ഒന്നാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. ട്രഡീഷണൽ ബിസിനസ്സിൽ സ്വന്തം സഹോദരനും സെയിം ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ അവനെ കടത്തിവെട്ടാനുള്ള വാശിയാണ്, വൈരാഗ്യമാണ്. കറക്റ്റോ? ഇവിടെ നമ്മളുമായി യാതൊരു രക്തബന്ധവും അടുത്തൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളോടൊപ്പം കടന്നു വരുന്ന ഒരു പുതിയൊരാളെയും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലേക്ക് പരിഗണിക്കുന്നത്. മറ്റുള്ളവരെ വിജയിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അതിലുള്ളൊരു പ്രത്യേകത, നമുക്കെന്ത് മെച്ചം അതുകൊണ്ട്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അനുഭവങ്ങളും അറിവും നേടിയിട്ടുണ്ടോ, ആ അറിവുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കാരണം നിങ്ങൾ വിജയിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വിജയം ഇനിയും മുന്നോട്ടുള്ളൂ. ഒരു ടീം വർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. യു ജസ്റ്റ് വാണ്ട് റെഡി ടു ചേഞ്ച്. നിങ്ങളൊന്ന് മാറാൻ തയ്യാറായാൽ മതി, പഠിക്കാൻ തയ്യാറായാൽ മതി. ആർ യു ഓൾ റെഡി? അതുകൊണ്ട് നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയത്തിന്റെ പരിഭാഷയാണ് പഠിക്കുന്നത്. എന്താണ് വിജയത്തിന്റെ പരിഭാഷ? അതറിയാതെ വിജയിക്കാൻ പറ്റുമോ? സക്സസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിഭാഷയാണ്. സക്സസ് ഈസ്
സക്സസ്ഫുൾ അച്ചീവ്മെന്റ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് എന്ന് വെച്ചാൽ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ലക്ഷ്യങ്ങളുടെ വിജയകരമായ പൂർത്തീകരണത്തിനെയാണ് എന്ത് പറയുന്നത്? വിജയം എന്ന് പറയുന്നത്. അപ്പൊ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ തീരുമാനിക്കണം? മുൻകൂട്ടി തീരുമാനിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഒരു ഐ വാണ്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഐ ഡോണ്ട് നോ. ഇത് ഓരോ വർഷവും നമ്മൾ ഇതിനെ വീണ്ടും 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 എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് വിജയിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ലോകത്ത് 3% താഴെ ആളുകൾ മാത്രമേ ലക്ഷ്യങ്ങൾ എഴുതാറുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ എഴുതി വിശ്വസിച്ച് പ്രവർത്തിച്ച ആളുകൾ മാത്രമേ ലോകത്തെ റിച്ചായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഒരാളുമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ വാണ്ട് ലിസ്റ്റാണ് നമുക്ക് ആത്മാവിന് ശക്തി പകരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. സോ അത് നമ്മൾ എഴുതിയേ പറ്റും. ഓരോ 6 മാസം കൂടുന്തോറും ഇതിൽ നമ്മൾ റീവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അടുത്ത പടി എന്ന് പറഞ്ഞാൽ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. 100% ഉത്തരവാദിത്വം എടുക്കണം. എങ്ങനെ? പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന്റെ കാരണം പറയുന്നത് സിമ്പിളാണ്. യു മസ്റ്റ് ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ വ്യക്തിപരമായി ഉത്തരവാദിത്വം എടുത്തേ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ തോളെ കയറി നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നത് ഖബർസ്ഥാൻ വരെയുള്ളൂ, അല്ലേ? വല്ലവരുടെ തോളത്ത് വെച്ച് വെടിവെക്കാൻ പറ്റും? തോക്കും ഇല്ല, അത് സ്വന്തം തോളത്ത് തന്നെ വെക്കേണ്ടത്. സോ സെൽഫ് റെസ്പോൺസിബിലിറ്റി എടുക്കുക. എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ മാസം 25,000 രൂപ ശമ്പളം കൊടുത്ത് ഒരാളെ രാവിലെ മാരത്തോൺ ഓടാൻ വിട്ടാൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. വേറെ ഒരാളെ 30,000 രൂപ കൊടുത്ത് കാലത്ത് വൈകിട്ട് പുഷപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. അത് ഞാൻ തന്നെ തീരുമാനിക്കണം. കറക്റ്റ് ആണോ? യെസ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. സക്സസ് എന്നുള്ള വാക്ക് പോലും പറഞ്ഞാൽ യു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ലെറ്ററാണ്. ദാറ്റ് മീൻസ് SUCCESS, അതാണ് സക്സസ്. ആ യു ആണ് നമ്മുടെ വിജയവും. അതേപോലെ ഫെയിലിയർ എന്ന വാക്കിലും അതേ യു ഉണ്ട്. അതാണ് നമ്മുടെ പരാജയവും തീരുമാനിക്കുന്നത്. നമ്മളാണ് നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്, വേറെ ആരുമില്ല. സോ ആളുകൾ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാണോ? നമ്മുടെ ലീഡേഴ്സിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക സ്വഭാവ ഗുണമാണ് എങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. വല്ലവന്റെ തോളത്ത് ചാർത്തി കൊടുത്തേക്കാം. വല്ലവരുടെ തോളത്ത് ചാരിയിട്ട് ആരും ഇന്നും ഒരു വലിയ വിജയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരല്പം മുമ്പോട്ടൊക്കെ പോകാൻ പറ്റും, ഒരു ദിവസം താഴെ, നോ ഡൗട്ട്. സ്റ്റേബിൾ സക്സസ് ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രം ചെയ്താൽ മതി. ലോകത്ത് വിജയിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ അതെന്നും തിളങ്ങി നിൽക്കുന്ന ഒരു പേരാണ് തോമസ് ആൽവ എഡിസന്റെ പേര്. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, 100-ലധികം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാടെണ്ണം പേറ്റന്റ് ഉള്ളതാണ്. ലൈറ്റ് കണ്ടുപിടിക്കുന്നവരാണ്, വൈദ്യുത ബൾബ് എഡിസൺ ആണ്, അല്ലേ? അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ 1000-കണക്കിന് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ഭാര്യ പോലും വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. കുറെ വർഷങ്ങളായി നിരവധി തവണ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് നിരാശ കാണിക്കുമ്പോൾ പിന്നെ ഭാര്യ വിചാരിക്കും ഇങ്ങനെ. വീട്ടിൽ വന്ന് മാത്രമേ നമുക്ക് നിരാശ കാണിക്കാൻ പറ്റുള്ളൂ. നാട്ടിലിറങ്ങി നിരാശ കാണിച്ചാൽ, നാട്ടിലിറങ്ങി എനർജി ഇല്ലാതെ കാണിച്ചാൽ നമ്മുടെ കൂടെ ആരെങ്കിലും നിൽക്കുമോ? അതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ തളർന്നു വന്നിരിക്കുമ്പോൾ അവനെ തലക്കടിക്കുക എന്നുള്ളതല്ല, അവനെ കുറച്ചുകൂടെ എനർജി കൊടുക്കണം. ചില ചോദ്യങ്ങൾ അവനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കളയും. ചിലപ്പോൾ തളർന്നു വന്നിരിക്കുമ്പോൾ വീട്ടുകാർ സഹകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ BBS പോലുള്ള പ്രോഗ്രാമിൽ നിങ്ങളുടെ വീട്ടിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ ആ പ്രോഗ്രാമിൽ ഉണ്ടാവണം. അത് നിങ്ങൾ തീരുമാനം എടുക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീട്ടുകാർ അറിയുന്നത് എന്താ? അവർ നമുക്ക് ഇന്ന് വരുന്ന വരുമാനം നമുക്ക് നാളെ ഉണ്ടാകാൻ പോകുന്നവരെ അവർക്കറിയാം. അവർ ട്രെയിനിങ്ങും കാര്യങ്ങളും പോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ സ്ട്രഗിൾസ് മാത്രമേ അവർ കാണുന്നുള്ളൂ. സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ ഇതേ സ്ട്രഗിൾസിലൂടെ കടന്നിട്ടാണ് ഇതേ വിജയം നേടിയെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവര് നമ്മൾ നടന്നിരിക്കുമ്പോൾ പറയും, ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാവരും വിജയിച്ച്, നാളെ നിങ്ങളും വിജയിക്കും നമ്മളോട് പറഞ്ഞു തരുന്നു.
അപ്പൊ ഈ സൺഷൈൻ പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകത്തൊന്ന് ആര് വന്നാലും ശരി, ആര് വന്നില്ലെങ്കിലും ശരി, നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾ ആ പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകണം. ഇറ്റ്സ് എ ഫാമിലി ബിസിനസ്. ഇത് ഞാൻ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയോ? ഉദാഹരണത്തിന്, ഈ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ താമസ് സാർ, അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർക്ക് ഈ ബിസിനസ് അറിഞ്ഞെങ്കിലല്ലേ അവർക്ക് തുടർന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണോ? ഈ ബിസിനസ് എന്താണെന്ന് നമ്മുടെ വീട്ടിലുള്ളവരെ പഠിപ്പിക്കേണ്ടത് ആരുടെ ജോലിയാണ്? വീട്ടിലിരുത്തി പറഞ്ഞു കൊടുത്താൽ അതുമെല്ലാം പഠിക്കൂ? ഇല്ല. അവരൊരു കാരണവശാലും നമ്മളെ ശ്രദ്ധിക്കില്ല. ശ്രദ്ധിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കും. പക്ഷെ ശരിക്കും എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് ഇപ്പം കാര്യം? നിങ്ങളോ സമാധാനം കളഞ്ഞു, ഞാനെങ്കിലും ഇത്തിരി സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാകും. അത്രത്തോളം ഇൻവോൾവ് ചെയ്യില്ല. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി റോൾ. അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ റോൾ എടുക്കേണ്ട സമയത്ത് ആ റോൾ എടുക്കാനുള്ള കേപ്പബിലിറ്റിയും സ്കില്ലും അവരുടെ ഉള്ളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ആ പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകണമെങ്കിൽ ഈ സൺഷൈൻ ഈവന്റിനെ പരമാവധി നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ മുഴുവൻ ടീം. നാളെ നമ്മൾ ഇല്ലാതായാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കണം. അവരുടെ കട്ട സപ്പോർട്ട് നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമോ. വി കനോട്ട് ചേഞ്ച് ദ സർക്കംസ്റ്റൻസസ്. കാറ്റിന്റെ ഗതിയിലോ നമുക്കൊരു മാറ്റം വരുത്താൻ കഴിയില്ല. കാലാവസ്ഥയെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. വി കനോട്ട് ചേഞ്ച് ദ സീസൺസ്. ബട്ട് ഈ ലോകത്ത് ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്? നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നും ചെയ്യാൻ പറ്റും. പല ആൾക്കാർക്ക് നിരാശയുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ടീമിലുള്ളവരൊന്നും മാറുന്നില്ല സാർ, അവർ അച്ചീവർ ആവുന്നില്ല സാർ എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ അല്ലാതെ സ്വന്തം മക്കളെ പോലും നമുക്ക് മാറ്റാൻ പറ്റും. ഇന്നലെ വല്ല ആൾക്കാർ കറക്റ്റ് ആണോ? അതിന് അവര് വിചാരിക്കണം. അത് അവര് വിചാരിച്ചാലേ പറ്റുള്ളൂ. അവര് വിചാരിക്കണമെങ്കിൽ അവർക്കാണ് നോളജ് ഉണ്ടാവേണ്ടത്. അവരെന്ത് ഈ ബിസിനസ് ചെയ്യണമെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിയണം. അതൊരു പക്ഷെ നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രോഗ്രാമിലേക്ക് അവരെ കൊണ്ടുവന്ന് ഇരുത്തുന്ന സമയത്താണ് അവരിലൂടെ ആ ചിന്ത പോകുന്നത്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഞാനിത് ഏറ്റെടുത്തേ പറ്റൂ. അങ്ങനെ ഒരു ദിവസം ഏറ്റെടുക്കണമെന്നൊരു തീരുമാനം മാത്രമുള്ളതുകൊണ്ടാണ്, ആ മാത്രമാണ് എന്നെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കിയത്. ഞാനും അങ്ങനെ ചിന്തിച്ചില്ല. അതാണ് പ്രസാദ് സാറിനെ ഒരു അച്ചീവറാക്കിയത്. അതാണ് സത്യൻ മാഷിനെയും സിദ്ധിത് സാറിനെയും വിജയ മാഷിനെയും ഒരു അച്ചീവറാക്കിയത്. അതാണ് പ്രമിത മാഡത്തിന് ഒരു അച്ചീവറാക്കിയത്. അതാണ് ഇവിടെ ഇരിക്കുന്ന ബഷീർ സാറിനെ ഒരു അച്ചീവറാക്കിയത്. അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിനെയും അച്ചീവറാക്കിയത്. അപ്പൊ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, ആ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുള്ള ആളുകളിൽ വരണമെങ്കിൽ അവരെ പ്രോഗ്രാമുകളിലൂടെ കടന്നുപോയേ പറ്റൂ, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ റാങ്കോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് റാങ്ക്, ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് അപ്ലൈൻസ് ഉണ്ട്. പക്ഷേ സന്തോഷത്തോടുകൂടി പറയാം, അവർക്കൊക്കെ 1000 നന്ദി. അവരിലൂടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതെങ്കിലും ഒരു 1-to-1 പ്രോഗ്രാമിന് പോലും ഞാൻ മൈ ലൈഫ് സ്റ്റൈലിൽ ഒരാളെ വിളിച്ചിട്ട് പോലുമില്ല. ഐ ടേക്കൻ ദ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഒരു 1-to-1 പ്രോഗ്രാമിന് പോലും ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. എന്റെ ടീമിലാണ് പ്രസാദ് സാർ വന്നതുകൊണ്ടൊന്നുമല്ല പ്രസാദ് സാർ വിജയിച്ചത്, SIT ഉണ്ടായത്. അത് സാറെടുത്ത ശക്തമായ തീരുമാനങ്ങളും നിലപാടുകളും. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇങ്ങോട്ടല്ല. ഒരാൾ ബിസിനസ് ചെയ്തത് മറ്റൊരാൾക്ക് വേണ്ടിയാണോ? അല്ല. മറ്റൊരാൾക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്നു എന്നൊരു ചിന്തയെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ ബിസിനസ്സാണ് അത്. റാങ്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോൾ ഏറ്റെടുക്കണമെന്ന് ചില ആൾക്കാർ വിചാരിക്കും. നിങ്ങൾ എന്നാണോ വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് മനസ്സിലാക്കിയേക്കാം. നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ. ലോകത്ത് സ്വയം ഉത്തരവാദിത്വം എടുക്കാതെ വിജയിച്ച ആരുടെങ്കിലും ഒരു പേര് പറയാം. ഒരാളുടെ പേര്. ഉത്തരവാദിത്വം എടുക്കാതെ വിജയിച്ച ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ഇല്ല. പല ആൾക്കാരും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ ഒരു STC ആവണം, RTC ആവണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹം ബഷീർ സാർ ഒരാളെ പരിചയപ്പെടുത്തുന്നു. മഞ്ചേശ്വരൻകാരനായ അഷ്റഫ് അല്ലേ? താങ്കളുടെ പേര് അഷ്റഫ് എന്നാണ്. 2 കാലിനും ചലനശേഷി ഇല്ല പ്രോപ്പർലി, ഇല്ല.
ഒരു കാലത്ത് പ്രോപ്പർലി ഇവൻ നടന്നു പോകാനുള്ള സംവിധാനങ്ങളൊന്നും ആർക്കില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം RTC ലീഡറാണ് അല്ലേ? RTC ലീഡറാണ്. ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ശക്തമായ ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 7 മാസമായിട്ട് കണ്ടിന്യൂസ് പെർഫോമൻസ് ബോണസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിമിതികളല്ല നമ്മൾ കാണേണ്ടത്, നമ്മുടെ സാധ്യതകളാണ് നമ്മൾ കാണേണ്ടത്. അവസരം അന്വേഷിക്കുന്ന കോടിക്കണക്കിന് ആളുകളുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അവർക്ക് ഈ അവസരം കൊടുക്കലാണ്. അതെത്ര വിജയകരമായി നമുക്ക് അവരെ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിജയം. ബി സെൽഫ് ഫങ്ഷണൽ. സ്വന്തമായി പ്രവർത്തിക്കാനും വിജയിക്കാനും നമ്മൾ പഠിച്ചെടുക്കണം. അതിന് അപ്ലൈൻ്റെ പുഷിന് വേണ്ടി കാത്തു നിൽക്കരുത്. ചില ആൾക്കാർ കിക്ക് ചെയ്താലും സ്റ്റാർട്ടാകും. കിക്ക് സ്റ്റാർട്ടിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഏത് കാലമാണ്? സെൽഫ് സ്റ്റാർട്ട്. അതുകൊണ്ട് കിക്ക് സ്റ്റാർട്ട് ഒന്നും ഇപ്പൊ ആരും സെലക്ട് ചെയ്യാറില്ല. സെൽഫ് സ്റ്റാർട്ട് ആൾക്കാർ സെലക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ആവണം, സെൽഫ് ഫങ്ഷനിൽ ആവണം. ക്രിയേറ്റ് എ മൊമെന്റം. ഒരു ഇങ്ങനെ എന്താ, തിരമാല വരുമ്പോൾ അതിന്റെ മുമ്പിൽ കയറി നിന്നാൽ ഒരു അച്ചീവർ ആകും എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കരുത്. തിരമാല ഉണ്ടാക്കിയിട്ട് അതിന്റെ മുമ്പിൽ കയറി നിൽക്കണം. മൊമെന്റം ക്രിയേറ്റ് ചെയ്യും. മൊമെന്റം. വേൾഡ് ഫേമസ് ഇക്വേഷൻ ആണ് E+R = O. E for event, R for response. ക്രിക്കറ്റുകളിൽ നോക്കിയാൽ മതി. ബൗളർ ബോൾ ചെയ്യും, ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യും. അയാൾ എങ്ങനെ ബോൾ ചെയ്യുന്നു അതനുസരിച്ച് എങ്ങനെ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നു അതാണ് റൺസ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഒരു ബോള് വിക്കറ്റ് കൊണ്ട് പോകാം, വേണമെങ്കിൽ ആ ബോളിനെ 4 ആക്കാം, വേണമെങ്കിൽ ആ ബോളിനെ 6 ആക്കാം. ബൗളർ അല്ല അത് 6 പോകണോ 4 പോകണോ വിക്കറ്റ് പോകണോ തീരുമാനിക്കുന്നത് ആരാണ്? അത് ബാറ്റ്സ്മാൻ തീരുമാനിക്കുന്നത്. ഹൗ ഹി റെസ്പോണ്ട്. അല്ലേ? സിനിമയിൽ വന്നത് കൊണ്ടാണോ മമ്മൂട്ടി മോഹൻലാൽ വിജയിച്ചത്? അങ്ങനെ ആയിരുന്നെങ്കിൽ സിനിമയിൽ വന്ന എല്ലാവരും വിജയിക്കണമായിരുന്നല്ലോ. അവരെക്കാട്ടിലൊക്കെ എത്രയോ മുമ്പേ വന്ന ആൾക്കാരുണ്ട്. അവരാരെ മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലെ ആകാൻ പറ്റിയോ? അമിതാഭ് ബച്ചനെയും ഷാരൂഖ് ഖാനെ പോലെ ആവാൻ പറ്റിയോ? അവർ വന്ന മേഖലയല്ല, ആ മേഖലയിൽ അവർ കാണിച്ച റെസ്പോൺസിബിലിറ്റി, പ്രതിപത്തി, അർപ്പണം, അതാണ് അവരെ അച്ചീവറാക്കിയത്, വിജയിപ്പിച്ചത്. അതേ ഒരു അർപ്പണ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെ നിങ്ങളായിരിക്കും ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ അച്ചീവർ. അതങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഇതങ്ങോട്ട് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നിക്കുക. ഈ ഇക്വേഷൻ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പം നമ്മൾ എങ്ങനെ നമ്മുടെ റെസ്പോൺസിൽ മാറ്റം വരുത്താൻ പറ്റും? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ നമുക്ക് സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ, പൂർണ്ണ സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, ചേഞ്ച് ദ റെസ്പോൺസ്. ഈവന്റ് മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? ഈവന്റിൽ ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റില്ല. സോ എവ്രിതിങ്, ഇന്ന് എന്തൊക്കെയാണോ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ഇന്നലകളിൽ എടുത്ത തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് നമ്മുടെ ഇന്ന് ഉണ്ടായത്. കറക്റ്റ് ആണോ? അതുകൊണ്ട് ഇന്നെടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തിയുമാണ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ ഈവന്റിൽ ഒരു മാറ്റവും വരുത്താൻ നമുക്ക് പറ്റില്ല. ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ റെസ്പോൺസ് വിച്ച് വിൽ ചേഞ്ച് ദ ഔട്ട്കം. നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ വരെ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്ത രീതിയിലല്ല നമ്മൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ചെയ്യേണ്ടത്. ആ രീതിയിൽ വിജയിക്കാൻ അനിവാര്യമായ മാറ്റങ്ങൾ എനിക്കും നിങ്ങൾക്കും കൊണ്ടുവരാൻ സാധിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്കാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഹൗ യു ക്യാൻ ചേഞ്ച് യുവർ റെസ്പോൺസ്. ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാർ, ലോകത്തെ ചരിത്രങ്ങളുണ്ടാക്കിയ വിജയിച്ച ആൾക്കാർ, ആ ചരിത്ര പുരുഷന്മാരെ അവരുടെ മരണക്കിടക്കയിൽ നിന്ന് മാറ്റുമ്പോൾ അവരുടെ കിടക്കയിൽ കണ്ടെത്തിയത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ കഴിയുന്ന പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊക്കെ മരിച്ചത്. പലരും ലോകത്ത് ചരിത്രമുണ്ടാക്കിയ ആൾക്കാർ പോയി എന്ന് വെച്ചാൽ മരണം വരെ അവരതിനു വേണ്ടി പരിശ്രമിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, വിജയം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി അനുസ്യൂതം പ്രയത്നിച്ചു കൊണ്ടിരിക്കേണ്ടത് അനിവാര്യതയാണ്. ഇനി വിജയിക്കാതെ പോകുന്നത് 99% പീപ്പിൾ അവര് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയുന്ന ആളുകൾ മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ പഴി പറയുന്ന ആൾക്കാർ, കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാർ, മറ്റുള്ളവർ കാരണമാണ് പരാജയപ്പെടുന്നു പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിക്കുന്ന ആൾക്കാർ, അവരാണ് പരാജയപ്പെടുന്നത്. 99%
ആ ഒരു ശീലമുണ്ട്, എക്സ്ക്യൂസ് പറയുന്ന ശീലം. നമ്മുടെ ടീം ശരിയല്ല, എൻ്റെ ലീഡർ ശരിയല്ല, സിറ്റുവേഷൻ ശരിയല്ല, ഫാമിലി സപ്പോർട്ടില്ല, അങ്ങനില്ല ഇങ്ങനില്ല, എൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എക്സ്ക്യൂസുകളാണ്. ആ ഒരു ശീലം എന്നേക്കുമായി ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഫോർ ഷുവർ. നമുക്ക് എന്തു വേണമെങ്കിലും നേടാൻ കഴിയും, അച്ചീവ് ചെയ്യാൻ കഴിയും. നെപ്പോളിയൻ ഹിൽ പറഞ്ഞ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഇഫ് യു ബിലീവ് ഇറ്റ് സഫിഷ്യന്റ് കൺവിക്ഷൻ, നമ്മൾ എത്രത്തോളം കൺവിൻസ്ഡ് ആയിട്ട് ഒരു കാര്യത്തെ വിശ്വസിക്കുന്നുണ്ടോ, സംശയലേശമന്യേ, ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് യുവർ ഫെയ്ത്ത്, ആ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിന് ചിന്തിക്കാനും തീരുമാനിക്കാനും സ്വപ്നം കാണാനും കഴിഞ്ഞത്, ഇത് 100% നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന 100%. തോമസ് ആൽവ എഡിസൺ പറഞ്ഞ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇഫ് യു ആർ റെഡി ടു ഡു ഓൾ ദ തിങ്സ് വിച്ച് യു കേപ്പബിൾ ടു ഡു, നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ 100% നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിജയിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പരാജയപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം.